சிறங்கீழ இருக்கிற கிச்சன் இருக்குல்ல இவ்வளோ பெருசா இருக்குமா? நல்ல சௌகரியமா இருக்குமா? ചിറയൻകീഴത്തെ വീടേ പഴയ വീട് പുതുക്കി പണിതാണ്. അവിടുത്തെ കിച്ചൺ നല്ല വലിപ്പമാണ്. അടുപ്പ് ഒരു സൈഡിലും. ഞാൻ എത്ര അവിടെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ വരാം, ഇതുവരെ വന്നിട്ടില്ലല്ലോ. അടുത്ത വാട്ടി കണ്ടിപ്പാ ഞാൻ വരുവേൻ. ഇങ്ങനത്തെ വേലയെല്ലാം മുടിയട്ടുംപാ. ഇവിടത്തെ വേല കഴിഞ്ഞിട്ട് ഇവിടത്തെ പണി കഴിഞ്ഞിട്ട് ചേച്ചി എന്നാണ് ഇനി അങ്ങോട്ട് വരാൻ നിൽക്കണത്? അടുത്ത വാട്ടി പോകുമ്പോൾ കണ്ടിപ്പാ ഞാൻ വരുവേൻ. അടുത്ത വാട്ടി നീ ഇവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് നടന്ന പോലെ തന്നെ. കറക്റ്റ്. എന്റെ സിദ്ധു, നീ അത് മാത്രം പറയല്ലേ. നീ അവിടുന്ന് 1 മണിക്കൂർ മുന്നേ ഇറങ്ങിയെന്നല്ല പറഞ്ഞത്. നീ പറഞ്ഞ സമയം വെച്ച് നോക്കുവാണെങ്കിൽ 5-6 തവണ വന്നു പോണ സമയം കഴിഞ്ഞു. എനിക്ക് എക്സ്ക്യൂസ് കേൾക്കേണ്ട സിദ്ധു. ഞാൻ പറഞ്ഞ സാധനങ്ങളും മരുന്നും മേടിച്ചാ. എനിക്കറിയാം നീ മറക്കൂന്ന്. 10 മിനിറ്റ് സമയം തരും. 10 മിനിറ്റിനുള്ളിൽ സാധനം മേടിച്ച് വീടെത്തിക്കോളാം. ആ കാര്യം പറയാൻ കേൾക്കത്തൂല. നീ സിദ്ധുവിനോടാണോ ഇങ്ങനെയൊക്കെ സംസാരിച്ചേ? പിന്നെ അല്ലാതെ. നിന്റെ സംസാരം കേട്ട ആജ്ഞാപിക്കുന്നത് പോലാന്നല്ലോ. സിദ്ധുവിന്റെ ഭാര്യയാ നീ, അല്ലാതെ അമ്മയല്ല. ചില സമയത്തെ ഭാര്യമാര് അമ്മമാരുടെ റോൾ എടുക്കും. ആ ഒരു ദിവസമേ സിദ്ധു ഒരു റോളങ്ങ് എടുക്കും. അപ്പൊ നീ കൊറേ പഠിക്കും. ചേട്ടാ, ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ സംസാര രീതി ഇങ്ങനെയാണ്. അതെങ്ങനെയൊക്കെയോ ഇങ്ങനെ ആയിപ്പോയി. പിന്നെ ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യവും ആൾക്കാരും ചുറ്റുപാടൊക്കെ അങ്ങനെയാണല്ലോ. ഏത് ചുറ്റുപാട്, ഏത് സാഹചര്യം, ഏത് ആൾക്കാര്? വിട് വിട്. ഇപ്പൊ എന്താണ് പ്രശ്നം? നീ സിദ്ധൂരിന്റെ അടുത്ത് എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞ? ആ പറഞ്ഞു. എന്ത് മേടിക്കാൻ പറഞ്ഞ? കുഴിപ്പഴത്തേക്ക് കുറച്ച് മരുന്ന് മേടിക്കാൻ പറഞ്ഞു. പിന്നെ ഇവിടത്തേക്ക് കുറച്ച് സാധനങ്ങളും. ഞാനും എന്റെ അടുത്ത് ഒരു സാധനം മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കിയിരുന്നാ മതി, ഇപ്പൊ മേടിച്ചോണ്ട് വരും. ഞാൻ പറഞ്ഞ സാധനം എന്തായാലും അറിയാൻ മേടിച്ചു. லெச்சு இங்கேக்கு தேவையான பொருளை நீ வாங்க சொல்லியிருக்கியா? ആന്റി എല്ലാം കഴിഞ്ഞ ദിവസം പറഞ്ഞേ ഇവിടെ കടല തീർന്നു, പരിപ്പ് തീർന്നു, ദൂരപ്പരിപ്പ് തീർന്നു, എണ്ണ തീർന്നു എന്നൊക്കെ. അപ്പൊ അതൊക്കെ ഞാൻ മേടിക്കാൻ പറഞ്ഞു. ഇവിടത്തേക്കുള്ള പലചരക്ക് സാധനമൊക്കെ മേടിക്കാൻ പറഞ്ഞോ? പാവം, ഇനി അതൊക്കെ തൂക്കി പിടിച്ചോണ്ട് വരണ്ടായോ ഇങ്ങോട്ട്? അതിനെന്തോന്ന് പാവം എന്നൊക്കെ പറയാൻ? വീട്ടിലേക്കുള്ള സാധനങ്ങളല്ലേ, അതിനിപ്പോ എന്താണ് കുഴപ്പം? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. ഇതാണ് അമ്മയുടെ ഒരു രീതി. എല്ലാം പറയും. എന്നിട്ട് ലാസ്റ്റ് ഒരു ഡയലോഗ്, ഞാൻ ഒന്നും പറഞ്ഞില്ലേ. അമ്മുമ്മയ്ക്ക് നമ്മളെയൊക്കെ പറയാം, എന്നാ നമുക്ക് തിരിച്ചങ്ങനെ ഒന്നും പറഞ്ഞുകൂടാ. ഇത് പഴയ മാടമ്പി സ്വഭാവം. ആ നീ എന്താ നോക്കുന്നേ? നിനക്ക് വേണോ? പാവം അമ്മ. ആര്? സിദ്ധു. ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടേ. എന്താ ഇങ്ങനെ നോക്കണേ? എന്റെ പൊന്ന് ലച്ചു, നമ്മൾ ഒരു ആവശ്യത്തിന് വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇച്ചിരി ലേറ്റ് ആയി ഇരിക്കും. എന്തോരം തിരക്കാ പുറത്ത്, നിനക്ക് വല്ല പിടിയുണ്ടോ? നമുക്ക് ഈ സമയത്ത് പിടിച്ചു നിർത്താനുള്ള കഴിവില്ലല്ലോ. ആനി പിടിച്ചു നോക്ക്, ചിലപ്പോ സമയം നിൽക്കുമായിരിക്കും. ലച്ചൂസേ, ഒന്നാമത്തെ കാര്യം, പകലിനൊന്നും ഒരു ഡ്യൂറേഷൻ ഇല്ല ഇപ്പം. എന്നൊരു കാര്യം ചെയ്, 2 കൈയും കൊണ്ട് ഇങ്ങനെ വലിച്ചു നീട്ട്, അപ്പൊ ചിലപ്പോ ഡ്യൂറേഷൻ കിട്ടും. ലച്ചൂസിന്റെ കോമഡി. ആന്റി എവിടെ? ആന്റിയേ. ஐயோ, என்ன சித்து இது? எல்லா பொருளும் வாங்கிட்டு வந்தல. ഓ, കഷ്ടമാச்சு. ഭയങ്കര കഷ്ടമാச்சு. ഞാൻ വല്ലാണ്ട് വലഞ്ഞു പോയെന്നേ. മെഡിക്കൽ ഷോപ്പിൽ പോയപ്പോ ഭയങ്കര തിരക്ക്. കുഴിപ്പളത്തേക്കുള്ള മരുന്ന് മേടിക്കേ. അത് കഴിഞ്ഞിട്ട് പലവ്യഞ്ജന കടയിൽ പോയി സാധനങ്ങൾ മേടിക്കാൻ നിൽപ്പോ അവിടെയും തിരക്ക്. ഇതെല്ലാം കഴിഞ്ഞിട്ട് റോട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് മൂയാൻ പറ്റണ്ടേ? മൊത്തം ട്രാഫിക്. അതെ അതെ അതെ, ഭയങ്കര തിരക്ക്. ഒരു സൂചി കുത്താൻ പോലും സ്ഥലമില്ല. அதெல்லாம் விடுங்க, குடுப்பா. நீங்க என்னைக்கு കുഴിപ്പളത്തില போறீங்க? കുഴിപ്പളം? ലച്ചൂസേ, നമ്മൾ എന്താ കുഴിപ്പളത്ത് പോണേ? ഇനി അതും ഞാൻ തീരുമാനിക്കണോ? പിന്നെ അത് ലച്ചു തന്നെ തീരുമാനിക്കണം. ലച്ചു തീരുമാനിക്കുന്നത് തന്നെയാണ് എന്റെയും തീരുമാനം. എന്റെ ഭാര്യ വരയ്ക്കുന്ന ഭാര്യയുടെ അപ്പുറം ഇപ്പുറം ഞാൻ നീങ്ങത്തില്ല. അതിപ്പോ ലോകത്തോട് വിളിച്ചു പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഭാര്യയാണ് എനിക്ക് ഇമ്പോർട്ടന്റ്. அச்சடா, எவ்வளவு பாசம் பாரு. லெச்சு, உன்னோட பாக்கியம் தான். ആന്റിക്ക് എന്തോന്ന് ആന്റി? ഇവൻ പറഞ്ഞേക്ക് ആന്റി വിശ്വസിച്ചാ?
സിദ്ധുവേ, എനിക്കും ബുദ്ധിയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നെക്കാളും കാഞ്ഞ ബുദ്ധിയാണ് നിനക്കെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിന്റെ കള്ളത്തരം മൊത്തം ഞാൻ കയ്യോടെ പൊക്കി. കള്ളത്തരോ? എന്തോന്ന് കള്ളത്തരം? ലച്ചു, നിന്റെ ഈ പൊള്ളത്തരം നിറഞ്ഞ വർത്തമാനമാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കേട്ടോ. സിദ്ധുടെ വന്നാ ചക്കര വന്നു. ഞാൻ പറഞ്ഞ സാധനം മേടിച്ചാ. ஐயோடா அது எப்படி மறப்பான்? நீ என்ன சொன்னாலும் கண்டிப்பா சித்து கொண்டு வருவான். அவ்வளோ பாசம் சித்துக்கு உங்ககிட்ட. എനിക്ക് പാറോസിനോട് മാത്രമല്ല എല്ലാരോടും ഒരേ സ്നേഹം. ആന്റി സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കേട്ടാ. அது எனக்கு தெரியும், எல்லார்ட்டையும் ரொம்ப பாசம்னு. സിദ്ധു മേടിച്ചില്ലെന്ന് തോന്നുന്നു കേട്ടോ. അല്ല, അളിയൻ മേടിക്കും. അളിയ മേടിച്ചോ? പാറൂസേ, പാറൂസ് എന്തുവായിരുന്നു എന്റെ അടുത്ത് മേടിക്കാൻ പറഞ്ഞേ? അളിയൻ അത് പറഞ്ഞ ഞാൻ കളറും പേപ്പറും ഒക്കെ അല്ലേ മേടിക്കാൻ പറഞ്ഞേ. നീ മേടിച്ചില്ലയോന്ന് പറ. മേടിച്ചോ? മേടിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാ ഞാൻ പറഞ്ഞ സാധനം മേടിച്ചോ ഇല്ലയോ? പാറൂസേ, നമ്മൾ പുറത്തിറങ്ങുമ്പോഴേ എന്തോരം കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചോണ്ട് കിടക്കുന്നേ. 100,000 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനില്ലേ? വാങ്ങിച്ചില്ലല്ലേ? അല്ല, അളിയൻ മേടിച്ച്. അളിയൻ എന്നെ കളിപ്പിക്കുന്ന താമോനെ താ. മോനേന്നാ? ഞങ്ങള് ചങ്ക് ബ്രോസാ. എന്നാ ചങ്ക് ബ്രോ, ആ മേടിച്ച സാധനം കൊടുക്കുക. എന്റെ ചങ്കിന് ഞാൻ എന്തോരം സാധനങ്ങളാ കുഞ്ഞെ മേടിച്ചു തന്നേക്കുന്നേ. അല്ലെങ്കിൽ തന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ ആഴ്ച ഞാൻ മേടിച്ചു തന്ന ക്രയോൺസും കളർ പേപ്പറും ഒക്കെ എന്ത് ചെയ്തു? നീ തിന്നാ? അതാണ് എനിക്കുള്ള ഡൗട്ട്. കുറച്ചു ദിവസം മുന്നേ അല്ലേ ഞാൻ നിനക്ക് കളറിംഗ് പേപ്പറും ക്രയോൺസ് ഒക്കെ മേടിച്ചെന്ന്? അതെന്ത്? അതിന് മാഡത്തിന് എന്തോരം കിട്ടിയാലും മതിയാവൂലല്ലോ. മേടിച്ചോ ഇല്ലയോ? എങ്കി പിന്നെ അതങ്ങ് പറഞ്ഞാ മതി. നല്ല കലിപ്പിലാണ്, നല്ല അഹങ്കാരം. சித்து, உனக்கு நாரங்க வெள்ளம் வேணுமா? അതെന്ത് ചോദ്യം ആന്റി? ഈ ചൂടത്ത് ആരോടെങ്കിലും നാരങ്ങാ വെള്ളം വേണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വേണ്ടാന്ന് പറയോ? அப்படின்னா டட்டடைன். അതിലുണ്ടായിരുന്നാ? താങ്ക് യു. நான் இது பாருக்கு எடுத்தது. ஆனா அவ குடிக்கவே இல்லை. அவ சண்டை போட்டுட்டு அங்க உட்காந்துட்டு இருக்கால, கதவை சாத்திட்டு எவ்வளோ கொட்டிட்டு திறக்கவே இல்லை. ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുക? കുറച്ചേരം അവിടെ തന്നെ ഇരിക്കട്ടെ. നമ്മൾ എപ്പോഴും അവളുടെ വാശിക്ക് വളം വെച്ച് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കുറച്ചേരം ഇരിക്കട്ടെ. സിദ്ധുവേ, ആ സിദ്ധു, കുഴിപ്പുറത്തമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. നാളെ എല്ലാരുമായിട്ട് അങ്ങോട്ടേക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ അമ്മായിയേ, വാ, മാളത്തിന്ന് ഇറങ്ങി വാ. ആ വരുന്നു. ആ നാളത്തെ എന്താണ്? താങ്കൾ നാളെ എന്റെ കൂടെ കുഴിപ്പുറത്തേക്ക് വരുന്നുണ്ടോ? ഓ അല്ല, കുഴിപ്പുറത്തമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാരുമായിട്ട് അങ്ങോട്ട് എല്ലാം പറഞ്ഞു. ആ നമുക്ക് പോവാം. കരാൻഡി വരുന്നില്ലേ? கண்டிப்பா வரேன் சித்து. நான் இந்த விஷயம் பாருட்ட சொல்றேன், அவளுக்கு ரொம்ப சந்தோஷமாகும். എന്തായാലും കുഴപ്പമില്ലാത്തമ്മ വിളിച്ച സ്ഥിതിക്ക് അങ്ങോട്ട് പോയി അടിച്ച് പൊളിക്കാം. അയ്യോ, എന്തോന്ന് ഒരു അയ്യോ? ഇല്ല ഒന്നുമില്ല. നാളെ നമ്മൾ അടിച്ചു പൊളിക്കുന്നത് ആലോചിച്ചിട്ട് ഒരു അയ്യോ അറിയാതെ വന്നതാണ്. നിന്റെ മനസ്സിലൊരു വിചാരം ഉണ്ടല്ലേ നമ്മളെ കലമ്പ് ടീംസ് ആണെന്ന്? എനിക്കങ്ങനെ വിചാരമൊന്നുമില്ല. പിന്നെ നാട്ടുകാര് പലതും പറഞ്ഞ് നടക്കുന്നുണ്ട്, പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങള് തല്ലുകൊള്ളിത്തരം ഉള്ളവരാണെന്നും അല്ലമ്പ ടീംസ് ആണെന്നൊക്കെ പറയുന്നവരുണ്ട്, പക്ഷെ നമ്മളത് നോക്കേണ്ട കാര്യമില്ല. എന്താന്നൊന്നും കൂടെ പറഞ്ഞു? അതിപ്പോ ഒരു തവണ പറയാൻ പറ്റത്തുള്ളൂ. എന്തു പറ്റി? അല്ല സിദ്ധു, നമ്മളെ കുടുംബത്തെ പറ്റി വിലയിരുത്തായിരുന്നു. അമ്മൂമ്മ, ഞാൻ വിലയിരുത്തിയിട്ടൊന്നുമില്ല. ഞാനേ ഇന്നാള് ബാസ്യങ്കലിനെ വഴി വെച്ചിട്ട് കണ്ടായിരുന്നേ. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അയ്യോ, അവൻ ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് ഇവിടെ സമാധാനമുണ്ട്. അതിന് ബാസ്യങ്ങൾ ഇവിടെ ഇല്ലല്ലോ, പ്രാവശ്യമ്പലത്തല്ലേ. അതാ കാണാത്തെ. வா பாரு. என்ன பாரு இது? ഞാൻ വരുന്നില്ല പറഞ്ഞില്ലേ? இல்ல, வாமா. அம்மா இந்த பாருங்க அம்மா, அவ குழிப்பழத்துல வரமாட்டேன்னு சொல்றான். താങ്കൾ നാളെ കുഴിപ്പുറത്തേക്ക് വരുന്നില്ല? ഇല്ല. ആ അപ്പൊ ഇവിടെ ഒറ്റയ്ക്കാൻ പോണോ? ഒറ്റയ്ക്കല്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അമ്മൂമ്മ വരത്തില്ല എന്ന് പറയും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ നിൽക്കും. എന്നാര് പറഞ്ഞു? ഞാൻ പോവും. എങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം. എനിക്ക് പഴയതുപോലെ പേടിയൊന്നുമില്ല. ഓ ഈ ധൈര്യം
ഈ ധൈര്യമാണ് വേണ്ടത്. ഈ ധൈര്യം ഞാൻ ശാസ്ത്ര ശോഭരാജിന് മാത്രമേ കണ്ടിട്ടുള്ളൂ. അമ്മ പോകുമ്പോഴേ നമുക്ക് ഡോറെല്ലാം പൂട്ടിയിട്ട് അങ്ങ് പോവാം. പുറത്ത് നിറയെ നായ്ക്കളുടെ ശല്യം ഉണ്ടെന്നാണ് പറയണത്. നായ്ക്കൾ വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിള്ളേരെ പിടിച്ചോണ്ട് പോയി കടിച്ച് വലിച്ച് പറിച്ചിടും. പേടിപ്പിക്കാൻ വേണ്ടി പറയണല്ല പാറു, എന്നാൽ ഉള്ള കാര്യം പറയണ്ടേ? എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, മക്കള് പേടിക്കാൻ വേണ്ടി പറയുന്നതല്ലേ. ഈ വീട്ടിൽ ഒറ്റയ്ക്ക് നിന്നാലേ ചിലപ്പോ കേൾക്കാത്ത ശബ്ദങ്ങളൊക്കെ കേൾക്കുന്ന പോലെ തോന്നും. അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരൊക്കെ നടക്കുന്ന പോലെ തോന്നും. ചില ആൾക്കാരുടെ നിഴല് കാണും. ഈ പട്ടികളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഓളിയിടും. അപ്പൊ എന്ത് ചെയ്യും? മക്കള് പേടിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. മക്കളോട് ഒറ്റയ്ക്ക് നിന്നു, മക്കൾക്ക് അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ട്. லெச்சு நீ சொல்றத கேட்டுட்டு எனக்கே ரொம்ப பயமா இருக்கு. பாரு செல்லம்ல எங்க கூட வாமா. ഞാൻ വരുന്നില്ല പറഞ്ഞ വരുന്നില്ല. ഞാൻ മെർലിൻ ചേച്ചിയെ വിളിച്ചു വരുത്തു. ആ അങ്ങനെയാണെങ്കിലേ മെർലിന്റെ ഫാദറിനെയും കൂടെ വിളിക്കും. അടിപൊളിയായിരിക്കും. അവസേ വരുന്നില്ല എന്നുള്ള കാര്യം തീരുമാനിച്ചാ? ആ തീരുമാനിച്ചു. കാരണം എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ലെന്നോ? അപ്പൊ നിനക്ക് എന്റെ കുടുംബത്തിന് ഇഷ്ടമല്ല? അങ്ങനല്ല, അച്ഛനും അമ്മയൊക്കെ ഞാൻ ഫോൺ വിളിച്ചു പറഞ്ഞോളാം. പക്ഷെ ചില ആൾക്കാരെ എനിക്കിഷ്ടമല്ല. ഞാൻ സത്യമാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പാറു ഇനി എന്നെ സിദ്ധു അളിയാ 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 അളിയാന്നൊക്കെ വിളിച്ചോണ്ട് എന്റെ പുറകെ വരും. ഞാൻ വരത്തില്ല. ആന്റി ഇത് പാറസുവിന്റെ അടുത്ത് അറിയാവുള്ളായിരുന്നു. എനിക്ക് വേണ്ട. என்ன பாரு இது பாவம் தானே சித்து, இப்படி எல்லாம் சொல்லாமா? പാവമായിരുന്നു, ഇപ്പൊ അല്ല. എന്റെ കാര്യം മാത്രം നോക്കാൻ അറിയത്തില്ല, ബാക്കിയുള്ളവരുടെ എല്ലാ കാര്യവും നോക്കാൻ അറിയാം. സിദ്ധേ ഇവിടെ ഇരിക്കടാ. കയ്യിൽ പേപ്പറൊക്കെ ഉണ്ടല്ലോ, എന്താണ്? കവിത എഴുതറാ? കവിത എഴുതാനുള്ള പരിപാടിയൊന്നുമല്ല. ഞാൻ പണ്ടും ഇങ്ങനെ അമ്മായി എന്തെങ്കിലുമൊക്കെ വിഷമം വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പേപ്പറും പേന എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരയ്ക്കാൻ ശ്രമിക്കും. അതെന്താ പെട്ടെന്ന് വിഷമം? വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആറൂസ് നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, എന്റെ അടുത്ത് മിണ്ടത്തില്ല എന്നും പിന്നെ എന്റെ വീട്ടിലേക്ക് വരാൻ താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞപ്പോ കേട്ടപ്പോ എന്തോ ഒരു വിഷമം. എന്റെ സിദ്ധു അത് വിട്, അവിടെ കൊച്ചുകുട്ടിയല്ലേ, അവിടെ എന്തൊക്കെ എന്റെ അടുത്ത് പറഞ്ഞേക്കണം. അതല്ല അമ്മായി, പിണങ്ങിയിരുന്ന് കഴിഞ്ഞാലേ അവള് മര്യാദയ്ക്ക് ആഹാരം പോലും കഴിക്കത്തില്ല. അല്ലെങ്കിലും നമ്മുടെ സ്നേഹമൊന്നും അവിടെ ആരും തിരിച്ചറിയത്തില്ലല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അറിയുമെന്ന് അറിയത്തില്ല, പാറൂസിനെ ഞാൻ എന്റെ മോളെ പോലെ കാണുന്നത്. ഞാനേ ഒന്ന് ജംഗ്ഷൻ വരെ പോയിട്ടോ. ഇത് പാറുവിന്റെ അരച്ചാണോ? ഗംഭീരം, പറഞ്ഞ പോലെ തന്നെ ഉണ്ട്. ലച്ചോ ലച്ചോ, ആ പാറിനെ വിളിച്ചോണ്ടെങ്കിൽ വാ. എന്താണ് ലച്ചുവേ, ഇത് നമ്മൾ വിചാരിച്ച പോലെ അല്ല. പാറു പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ സിദ്ധുവിന് വിഷമമായിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്ത്? അയ്യോ, ഒന്നും ചെയ്യാത്ത ഒരാള്. എന്റെ പാറു സിദ്ധു നമ്മളെ പോലെ ഒന്നും അല്ല, ഭയങ്കര ലോല ഹൃദയനാണ്. ചെറിയ എന്തെങ്കിലും കിട്ടിയാൽ മതി ഭയങ്കരമായിട്ട് വിഷമാവുന്നേ. പാവ സിദ്ധു. ഇത് വല്ലതും അറിഞ്ഞിട്ടാണ് ഈ പറയണത്? ഒന്നുമേ തെരിയലേ ഗൗരി. എന്റെ പൊന്നു ലച്ചു, അവ ഇവിടെ നിന്ന് കരഞ്ഞോണ്ടാണ് എണീറ്റ് പോയത്. കണ്ണിൽ വല്ല പൊടി വീഴാണ്. പാറു, ഇതാണ് ഞാൻ പറയണത്, നീ കൊച്ചു കുട്ടിയാണെന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാന്ന്. என்ன பாரு இது, சித்துக்கு பாருன்னா உசிறு. കൊറേ ആയി ഈ ഡയലോഗ് പറയുന്നത്, ഞാൻ കേട്ട് കേട്ട് മടുത്ത്. അമ്മായി, സിദ്ധു എങ്ങോട്ടാ പോയത്? ദാ വരണമെന്ന് പറഞ്ഞ ഒറ്റ പോക്ക്. പുറത്തേക്കാണോ പോയത്? ഒയ്യോ, അപ്പൊ വിഷമിച്ച് പോയത് തന്നെയാ. ഇനിയിപ്പൊ എന്ത് ചെയ്യോ എന്തോ. നിനക്ക് സന്തോഷമായല്ലോ കൊച്ചെ, അവനെ വിഷമിച്ച് വിട്ടപ്പോഴത്തേക്കും. ഞാൻ എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞെന്നാ? നീ പറഞ്ഞില്ലേ അവനെ ഇഷ്ടമല്ല, അവന്റെ വീട്ടിൽ പോണ ഇഷ്ടമല്ലാന്ന്. ഇതൊക്കെ സിദ്ധുവിന് വിഷമമായി. என்ன பாரு இது, சித்துக்கு பாருன்னா ரொம்ப പൊന്നൊന്ന് നിർത്തത്. എന്തോന്നിത്? ലച്ചു, സിദ്ധു ഇവിടെ നിന്ന് പോയപ്പോഴേ ഒരു ഡയലോഗ് അടിച്ചിട്ട് പോയി. അത് കേട്ടപ്പോ എന്നെ ഹൃദയം തകർന്നു പോയി. നമ്മൾ അടിക്കുന്ന പോലത്തെ മാട്ട ഡയലോഗ് ഒന്നും അല്ലത്. എന്ത് ഡയലോഗ്?
സിദ്ധു ഇവളെ സ്വന്തം മോളെ പോലെയാണ് കാണുന്നത്. ആ ഇത് ഇതിന് മുന്നേ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഞാനെന്താ പറയാന്ന് അറിയോ? അതിനെ അടുപ്പിക്കാൻ കൊള്ളത്തില്ലാന്ന്. എന്താ അടുപ്പിക്കാൻ കൊള്ളാത്തെ? ഇതല്ലേ സ്വഭാവം, പിന്നെ എങ്ങനെ അടുപ്പിക്കും? ഷോ പാവം സിദ്ധു. എന്റെ പൊന്നെ, ഞാൻ പറഞ്ഞു അത് പറയരുതെന്ന്. പാവം സിദ്ധു. ഇനി ഈ ട്രോമയൊക്കെ ഒന്ന് കര കയറി വരാൻ എത്ര നാളെടുക്കും അറിയോ? നിനക്ക് സന്തോഷമായല്ലോ പാറു, സിദ്ധുനെ വിഷമിപ്പിച്ചപ്പോ. പാറു, സിദ്ധുക്ക് പാറുനെ எவ்வளவு பிடிக்கும் தெரியுமா உனக்கு? ഞാൻ പറഞ്ഞ എന്റെ അടുത്ത് ഡയലോഗ് പറയരുതെന്ന്. அதில்ல, அதுக்கு சேர்த்து ஒண்ணு கூட சொல்றதுக்கு இருக்கு. இத பாரு, சித்து வரும்போது நீ நல்லா பேசு, அப்ப அவனோட மனசு நிம்மதியாகும். എന്നിട്ട് പാവം തന്നെ, അതിനാല சொன்னேன். എന്റെ ആന്റി ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ടല്ലോ അവന് മനസ്സിലാവും നമ്മളൊക്കെ ഇവിടെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതാന്ന്. ഇത് കണ്ട പാറുവിനെയാണ് വരച്ചത്. വിഷമം കൊണ്ട് പാറുവിന്റെ പേര് വരെ തെറ്റിപ്പോയി. പാറു കുറ്റിന്ന്. കണ്ട പാറു, സിദ്ധുവിന് നിന്റെ അടുത്തുള്ള ഇഷ്ടം കണ്ട, എന്നിട്ട് നീ അവന്റെ അടുത്ത് പെരുമാറുന്നതോ ഇങ്ങനെ? ஷோ எவ்வளோ அழகா வரைஞ்சிருக்கான். உன்ன மாதிரியே இருக்கு பாரு. முடி மட்டும் கொஞ்சம் கம்மி தான். நான் சொன்னேன்ல, சித்துக்கு உண்மையில ரொம்ப. ഇനി ഈ ഡയലോഗ് ഇവിടെ പറഞ്ഞ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കും. ஐயோ அப்படி செய்யக்கூடாது. സൂക്ഷിച്ചു വച്ചോ, ഒരാളുടെ മനസ്സ് വേദനിച്ചിട്ടേ വരച്ചിട്ട് പോയതാണ്. അല്ല അളിയൻ അളിയനകത്തുണ്ട്. ചേച്ചി, അളിയന്റെ മനസ്സിൽ എനിക്ക് ഇത്രയും പ്രാധാന്യമുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. മോളെ എന്തിനുള്ള പുറപ്പാടായിരുന്നു? അളിയനെ വിളിച്ച് അളിയനെ സോപ്പിടാനുള്ള പുറപ്പാടായിരുന്നോ? അത് പോയി മോളെ, അതിനി നോക്കണ്ടെന്ന്. ഇനി അവൻ റിയാലിറ്റിയിലേക്ക് വരാനേ കുറേ സമയം എടുക്കും. ചേച്ചി, എനിക്ക് ഞാൻ അളിയന്റെ കാല് പിടിക്കാം. കാല് പിടിക്കാവുന്ന? കാല് പിടിച്ചിട്ട് കാര്യമുണ്ടോന്ന് എനിക്ക് അറിയാൻ പാടില്ല. വെയിറ്റ്, ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കട്ടെ. അമ്മായിയേ, അമ്മായിയേ, എന്താ എന്തിന്? ഇവിടെ ഒരാളെ ഞാൻ വേണമെങ്കിൽ അളിയന്റെ കൈയും കാലും പിടിക്കാമെന്ന്. ഓ, കൈയും കാലും പിടിക്കാന്നോ? അത്രയും താഴത്ത്? എന്നാലും എന്റെ കാര്യം ആലോചിച്ച് അളിയൻ ഇങ്ങനെ വിഷമിച്ചിടുന്ന എങ്ങനെയാ? ചേച്ചിയുടെ കാര്യം കല്ലുവിന്റെ കാര്യം ആണെങ്കിൽ ഓക്കെ. ഞാനാരാ? ഭാര്യയുടെ അനിയത്തി. നിന്നെ ഭാര്യയുടെ അനിയത്തിനെ പോലെ അല്ലല്ലോ അവൻ കാണുന്നത്, മോളെ പോലെ കാണുന്നല്ലേ അവൻ പറഞ്ഞത്. അങ്ങനെ കാണുന്ന അവനെ വേണം ആദ്യം ഒലക്കൊക്കെ അടിക്കാൻ. ചേച്ചി വെറുതെ സിദ്ധോളേനെ വഴക്ക് പറയല്ലേ. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു. എന്ത് കാര്യം? അളിയൻ എനിക്ക് എന്തോരം സാധനങ്ങൾ മേടിച്ചായിരുന്നു. ഒരു ചെറിയ സാധനം മേടിക്കാൻ മറന്നെന്നും പറഞ്ഞ് ഞാൻ എങ്ങനെ വഴക്കുണ്ടാക്കാവോ? അങ്ങനെ വഴക്കുണ്ടാക്കരുതെന്ന് മനസ്സിലായല്ലോ. ഈയിടെയായിട്ട് പാറുവിന്റെ സ്വഭാവം തീരെ ശരിയല്ല. അമ്മൂമ്മ എന്ന് മിണ്ടായി അമ്മൂമ്മ, ചുമ്മാ പ്രശ്നം വഷളാക്കാതെ. എന്നാലും എന്റെ കാര്യം ആലോചിച്ച് കരയാന്നൊക്കെ പറഞ്ഞ അതും പന പോലെ വളർന്നൊരു മനുഷ്യൻ. അങ്ങനെ സിദ്ധു കരഞ്ഞൊന്നുമില്ല, കണ്ണു നിറഞ്ഞ പോലെ എനിക്കൊന്ന് തോന്നി, അത്രേ ഉള്ളൂ. பாரு, அது அப்படிதான் பாரு. நம்ம நேசிக்கிறவங்க நம்மள்ட்ட சண்டை போட்டுனா நம்மளுக்கு அழுகழுகியா வரும். സത്യമല്ലേ? കിടിലൻ ഡയലോഗ്. இல்ல, எனக்கு எப்பவாவது இந்த மாதிரி பிலோசபி எல்லாம் வரும். அது அடிக்கடி மூளையில வரும்போது அப்படியே சொல்ல வேண்டியது. കഷ്ടം. எதுக்கு நீ கஷ்டம் சொன்ன? അത് ഞാൻ സിദ്ധുവിന്റെ കാര്യം ഭയങ്കര കഷ്ടാന്ന് പറഞ്ഞതാ. பாவம் சித்து. ഒരു കാര്യം ചെയ്, അളിയുടെ കൈയും കാര്യം പിടിച്ചു നോക്ക്. വിളി. ഞാൻ തന്നെ വിളിക്കണേ, നീ വിളി. അളിയെ തുറക്കളിയാ പ്ലീസ്. അളിയന്റെ മോളാ വിളിക്കുന്നേ. തുറക്കളിയാ പ്ലീസ്. അളിയാ.
അളിയാ എണ്ണീക്കളിയാ ഇനി വിഷമിച്ച് കിടക്കല്ലേ അളിയ എണ്ണീക്ക് ഞാൻ കാല് പിടിക്കാം കാല് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെ ഇഷ്ടമല്ലാത്ത ആളല്ലേ. അത് ഞാൻ ആ ഫ്ലോയില് പറഞ്ഞല്ല അളിയാ. വാ ഫാറൂസേ, എന്റെ മനസ്സിലെ ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ നല്ല ടൈം എടുക്കും. അളിയൻ എന്നെ ഇങ്ങനെ സ്നേഹിച്ച് എന്നെ വേദനിപ്പിക്കല്ലേ. വാ അളിയ വാ. സിദ്ധു മോനെ ഇങ്ങോട്ട് എണീറ്റ് വാ മോനെ വാ. അളിയ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വാ വാ. അളിയൻ അവിടെ നിക്കി. ആറിന് എന്താ പറയാനുള്ളത്? പെട്ടെന്ന് പറ, എനിക്ക് ചെന്ന് കിടക്കണം. കിടക്കണമെങ്കിൽ കുഴിപ്പടത്തെങ്ങാനും പോയി കിടക്കും. ഇവിടെ നിന്നെ കിടക്കണേ. ചേച്ചി ഒന്ന് മിണ്ടായി ചേച്ചി. പാറുവിന് എന്താ പറയാനുള്ള പറഞ്ഞു? അളിയാ ഈ ചുറ്റുപാടുള്ള എല്ലാവർക്കും എന്നെ ഇഷ്ടം, സ്കൂളിലുള്ളവർക്കും എന്നെ ഇഷ്ടം. എന്താ കാരണമെന്ന് എനിക്കറിയത്തില്ല. എന്റെ പേര് കേട്ടാലേ എല്ലാവർക്കും ഭയങ്കര വൈബാ. അളിയാ അളിയ എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? പറ അളിയാ, എന്തിനാ ഈ പാവത്തിന് ഇങ്ങനെ സ്നേഹിക്കണേ? ഗൗരി കൊച്ചു കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ അതിനിങ്ങനെ കളിയാക്കല്ലേ ഏട്ടാ. അമ്മായി അവിടെ മിണ്ടേ. ഓ, അളിയൻ എന്നെ ഇങ്ങനെ സ്നേഹിക്കണ്ട. അളിയന്റെ അടുത്ത് ഞാൻ വഴക്കിട്ടതിന് സോറി. ഞാൻ ഒരു കൊച്ചുകുട്ടിയല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് പിണങ്ങും. അളിയാ സോറി. ഓക്കെ? എനിക്ക് റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ? അളിയാ അളിയൻ ഇത്തിരി നേരം പോയി കിടക്ക്. അപ്പൊ അളിയന്റെ മൂഡ് സെറ്റ് ആവും. അളിയന്റെ മൂഡ് ഇപ്പൊ ശരിയല്ല. വാ അളിയാ വാ. എന്റെ പൊന്നു കൊച്ചെ, ഞാൻ മര്യാദക്ക് അവിടെ കിടക്കുമല്ലായിരുന്നു. എന്നാലും പാറു, നീ ഞാൻ ചങ്കത്ത് കൊണ്ടു നടന്നല്ലേ അടി നിന്നെ. അളിയ കരയല്ലേ ചേച്ചി? കരയല്ലെന്ന് പറ. അളിയ കരയല്ലേ അളിയ? അമ്മ പറ, കരയല്ലേ പറ. ലച്ചു കരയിലെന്ന് പറ ലച്ചു. മോനെ കരയല്ലേ? അളിയ കരയല്ലേ? അളിയ കരയല്ലേ അളിയ? സിദ്ധു കരയിലെ സിദ്ധു. സിദ്ധു ദേ അവള് ശരിക്കും കരുതി കേട്ടാ. ചക്കര കരഞ്ഞാ? നീ എന്തിനാ കരഞ്ഞേ? ഞാൻ കരഞ്ഞില്ലല്ലോ. എന്താടി കരഞ്ഞേ? എന്തിനാടി കരഞ്ഞേ? ചക്കര ശരിക്കും അയ്യേ, എന്തൊക്കെയായിരുന്നല്ലേ ഡയലോഗ്? എന്താ പറഞ്ഞേ? എന്നെ ഇങ്ങനെ സ്നേഹിക്കല്ലേ അറിയാ? ഞാൻ സ്നേഹിക്കും. അല്ല എന്താ ഡയലോഗ് അടിച്ചതല്ല. അത് ഈ പരിസരത്തുള്ളവർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. കൂട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൈബിനെല്ലാം சொன்னா വൈബാ ഇവിടെ മോങ്ങണ്. അപ്പൊ എല്ലാരും പ്രാങ്ക് ചെയ്താണല്ലേ സാഡിസ്റ്റുകള്. സാഡിസ്റ്റുകളെന്നാ ഈ വാക്കൊക്കെ എവിടുന്ന് കിട്ടി? കേശേട്ടൻ പറഞ്ഞു നിങ്ങളൊക്കെ സാഡിസ്റ്റുകളാണ്.